പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ റബ്ബനാ സിദ്നാ ഇൽമാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കടം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക വീക്ഷണത്തിൽ കടം വാങ്ങുന്നതും കൊടുക്കുന്നതും അനുവദനീയമായ ഒരു കാര്യമാണ്. എന്നാൽ അത് വളരെ ഗൗരവമേറിയതും കൃത്യമായ നിബന്ധനകളുള്ളതുമായ ഒരിടപാടാണ്. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തായ സൂറ ബഖറയിലെ ഏറ്റവും നീളമുള്ള ഒരു വചനം കടമിടപാടുകളെ കുറിച്ചാണ്. കടം വാങ്ങുമ്പോൾ അത് കൃത്യമായി എഴുതി വെക്കണമെന്നും അതിന് സാക്ഷികളെ നിശ്ചയിക്കണമെന്നും ഖുർആൻ കൽപ്പിക്കുന്നു. കടം വാങ്ങിയാൽ അത് കൃത്യസമയത്ത് തിരിച്ചു നൽകുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. മനഃപൂർവ്വം കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും അത് കടം വീട്ടാതെ പിന്തിക്കുന്നത്, നീട്ടിക്കൊണ്ടുപോകുന്നത് വലിയ അക്രമമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. രക്തസാക്ഷിയുടെ ഒരു ഷഹീദിൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും, എന്നാൽ കടം വാങ്ങിയവൻ്റെ പാപം പൊറുക്കപ്പെടില്ല എന്നും ഹദീസുകളിൽ നമുക്ക് കാണാം. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതിന് മുമ്പ് അയാൾക്ക് കടമുണ്ടോ എന്ന് പ്രവാചകൻ അന്വേഷിക്കാറുണ്ടായിരുന്നു. കടമുണ്ടെങ്കിൽ അത് വീട്ടാൻ ആരെങ്കിലും ഉത്തരവാദിത്തം ഏൽക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നമസ്കരിക്കാറില്ലായിരുന്നു. ഇസ്ലാമിൽ ഇടപാടുകളിൽ പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. വാങ്ങിയ തുകയേക്കാൾ 1 രൂപ പോലും അധികം നിബന്ധന വെച്ച് തിരിച്ചു വാങ്ങാൻ പാടില്ല. അത് ചൂഷണമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി കടം കൊടുക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മറ്റൊരാളുടെ പ്രയാസം മാറ്റിക്കൊടുക്കുന്നവനെ അള്ളാഹു പരലോകത്ത് പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കടം വാങ്ങിയ ആൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ അയാൾക്കത് വീട്ടാൻ സമയം കൂടുതൽ കൊടുക്കുകയോ അല്ലെങ്കിൽ അത് പൂർണ്ണമായോ ഭാഗികമായോ ഉദാരമായി ഒഴിവാക്കി കൊടുക്കുകയോ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. കടം വാങ്ങിയയാൾ തിരിച്ചു നൽകുമ്പോൾ മുൻകൂട്ടി നിബന്ധനകളൊന്നും വെക്കാതെ സന്തോഷപൂർവ്വം എന്തെങ്കിലും സമ്മാനമായി നൽകുന്നത് ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു. കടം വാങ്ങിയ തുകയേക്കാൾ നല്ല രീതിയിൽ അത് തിരിച്ചു നൽകുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കടം വാങ്ങിയാൽ അത് കൃത്യസമയത്ത് തന്നെ നാം അത് തിരിച്ചു നൽകണം. അടിയന്തര ഘട്ടങ്ങളിൽ നമുക്ക് കടം വാങ്ങാം, പക്ഷേ അത് തിരിച്ചു നൽകാനുള്ള ആത്മാർത്ഥമായ ഉദ്ദേശം തുടക്കം മുതലേ നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ആഡംബരങ്ങൾക്കോ അനാവശ്യ കാര്യങ്ങൾക്കോ വേണ്ടി നാം കടം വാങ്ങുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇവിടങ്ങളിൽ കൂടുതലും കടം വാങ്ങുന്നത് കല്യാണങ്ങൾ ആർഭാടമായി നടത്താൻ അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ ആർഭാടമായി നടത്താൻ വേണ്ടിയിട്ടാണ്. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക് അൻ ഹറാമിക് വഗ്നിനി ബിഫദ്ലിക് അമ്മൻ സിവാക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.